ഹായ് ഗെയ്സ്, അപ്പോൾ ഞങ്ങൾ 2 ആഴ്ച മുന്നേ പോയ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയി, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം വൈകിപ്പോയി. അപ്പോൾ നല്ല ചൂടായിരുന്നു. നമ്മൾ ഏപ്രിൽ ആ മാസത്തിലാട്ടോ പോയത്. ഏപ്രിൽ മെയ് ആ മാസമൊക്കെ ആകുമ്പോൾ നല്ല ചൂട് തന്നെയാണ്. നമ്മുടെ ഇവിടെ തന്നെ നല്ല ചൂടാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ പൊതുവേ ചൂടാണ്, മഴ കുറവുള്ളൊരു സ്ഥലം തന്നെയാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട്ടിൽ ആ സമയത്ത് നമ്മൾ പോവുകയാണെങ്കിൽ അപ്പാര ചൂട് തന്നെയാണ് കേട്ടോ. നമ്മുടെ കാല് പോലും നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ തലേന്നാട്ടോ ഗെയ്സ് അവിടെ പോയത്. തലേന്ന് ഒരു 7:30 ആകുമ്പോഴാണ് അവിടെ എത്തിയത്. പക്ഷേ 8 മണി വരെ അവിടെ ക്ഷേത്രമുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് 8 മണി ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ രാവിലെ തൊഴാൻ പോകാമെന്ന് വിചാരിച്ചു. റൂം എടുത്തു. ആ രാത്രി അവിടെ അന്ന് സ്പെൻഡ് ചെയ്തു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ എണീറ്റു. ഒരു 7 മണി ആകുമ്പോഴേക്കും അമ്പലത്തിലെത്തി കേട്ടോ. 10 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കാല് നിലത്ത് വെക്കാൻ പറ്റില്ല. അവിടുത്തെ ആ ചൂട് കാരണം തന്നെയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, അതാ ചൂടിപ്പടത്തിൻ്റെ ഒരു ചൂടിപ്പടം, ചൂടിപ്പടം എന്ന് പറയുന്നത് മാറ്റ് കൂടിയാണ് ഓരോരുത്തർ പോകുന്നത്. ആ മാറ്റിലൂ അവർ വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ. മാറ്റ് ഉണങ്ങുന്നതിനനുസരിച്ച് അവർ വെള്ളം അടിച്ചിടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതാ ചെരുപ്പ് അയച്ചിടാൻ വേണ്ടി പോവുക കേട്ടോ. ചെരുപ്പ് അവിടെ ഇവിടെ ഒന്നും അയച്ചിടാൻ പറ്റില്ല. അപ്പോൾ അതൊരു സഞ്ചിയിലാക്കിയിട്ട്, അവിടെ സഞ്ചി ഉണ്ട്, ആ സഞ്ചിയിലാക്കിയിട്ട് നമ്മൾ അവിടെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വിൽക്കുന്നുണ്ട് കേട്ടോ. കുറേ ബൊമ്മകളുണ്ട്. തഞ്ചാവൂർ ബൊമ്മ എന്ന് പറഞ്ഞാൽ പേര് കേട്ടത് തന്നെയാണ് കേട്ടോ. പക്ഷേ തഞ്ചാവൂർ ബൊമ്മേൻ്റെ വിലയാണ് സഹിക്കാൻ പറ്റാത്തത്. ഒരു ബൊമ്മയ്ക്ക് 500 രൂപേൻ്റെ മുകളിലോട്ടുണ്ട്. അപ്പം നമുക്കത് പിടിച്ചാൽ അങ്ങോട്ട് എത്തൂല എന്നറിയുന്നത് കൊണ്ട് നമ്മളതൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം ഞങ്ങളത് തൊഴാൻ വേണ്ടി കയറി. രാവിലെ ആയതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നുമില്ല, തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗെയ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയലുണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും തത്തകളാട്ടോ. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ. നിറയെ തത്തകളാണ് അതിൻ്റെ ഉള്ളിൽ. ഗോപുരത്തിൻ്റെ ഇടയിലൊക്കെ തത്തകളും പ്രാവുകളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ നേരെ കാണുന്നത് നന്ദിയാട്ടോ. നന്ദീൻ്റെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വഴിയേ. അപ്പോൾ ഗൈസ്, ഈ തഞ്ചാവൂർ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ അതും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഗോപുരങ്ങൾ എന്ന് പറയുന്ന ഗൈസ് എണ്ണിയാലും തീരാൻ പറ്റാത്ത അത്രയുള്ള ഗോപുരങ്ങളാട്ടോ ഉള്ളത്. തൂണുകൾ അങ്ങനെയുള്ള ഒരു ദിവസം മതിയാവില്ല നമുക്ക് ആ ഒരു ക്ഷേത്രം ചുറ്റി കാണാൻ. അപ്പോൾ മുഴുവനായിട്ടൊന്നും ഞാൻ ഇതിൽ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. മാക്സിമം അത്യാവശ്യം വേണ്ടത് മാത്രമേ ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൊട്ടാരത്തിലേക്ക് എങ്ങനെയാണോ കയറി ചെല്ലുന്നത് ആ ഒരു ഫീലാണ് നമുക്ക് ആ ഒരു തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ഫീലെന്ന് പറയുന്നത്. ശരിക്കും ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഇതാട്ടോ. അത്രയ്ക്കും തൂണുകൾ വെച്ചാൽ അത്ര തൂണുകളും ഗോപുരങ്ങളും അങ്ങനെ നന്ദി അങ്ങനെ പല തരത്തിലുള്ള ഓരോ വെറൈറ്റികളും ഈ ഒരു അമ്പലത്തിലുണ്ട് കേട്ടോ ഗെയ്സ്. അപ്പോൾ ഞങ്ങൾ തൊഴാൻ വേണ്ടിയുള്ള ക്യൂവിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഉള്ളിലത്തെ കാര്യങ്ങൾ അധികം ക്ഷേത്രത്തിൽ നല്ല ഒരു ക്ഷേത്രത്തിലും ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. അവിടെ എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക, വലിയൊരു ശിവലിംഗാട്ടോ ഉള്ളത്, പ്രതിഷ്ഠയായിട്ട് ഉള്ളത്. വലിയൊരു ശിവലിംഗം തന്നെയാണ് പ്രതിഷ്ഠയായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിലൂടെ കയറി തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ട് വരുന്ന ഒരു വഴിയാട്ടത്. അങ്ങനെ ഇറങ്ങി വരുന്നതാണ് ഇതവിടെ. അപ്പോഴേക്ക് ഇതവിടെ ഞങ്ങളെ കൂടെ ഉള്ളവരൊക്കെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഷാജിയേട്ടനും മക്കളൊക്കെ അവരെ കൂടെ ആയിരുന്നു കേട്ടോ. ഞാനും ഷാജിയേട്ടനും ഇറങ്ങാൻ കുറച്ച് നേരം വൈകിപ്പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടില്ലേ കേസ്. ഇങ്ങനെ ചുറ്റി കുറേ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അധികമൊന്നും അവിടെ നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 10:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ആദിയോഗീൻ്റെ അവിടെ പോകാണ്ടായിരുന്നു, കോയമ്പത്തൂർ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോവാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അധികമൊന്നും അവിടെ ചുറ്റി കണ്ടില്ല. ഇതാണ് കേട്ടോ നന്ദി ഗൈസ്. സൂപ്പറായില്ലേ നന്ദി. ഈ നന്ദി ഇത്രയൊന്നുമല്ല കേട്ടോ വലിപ്പമുള്ളത്. നമുക്ക് ഫോണിൽ എത്രത്തോളം സൂം ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം സൂം എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും കാണുന്ന ഒരു ഫീലിംഗ് ഈ വീഡിയോയിൽ കാണുന്നതും എത്രയോ വ്യത്യാസം ഉണ്ടല്ലേ ഗൈസ്. അപ്പോൾ നന്ദീൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് നേരെ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രനടയിലേക്കാണുള്ളത് കേട്ടോ. ആ ഗോപുരത്തിൻ്റെ നേരെ കാണുന്നില്ലേ നിങ്ങൾ ഒരു സാധനം ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്നത്? അത് ആ ഒരു ഗോപുരത്തുമ്പിൽ ടച്ച് ചെയ്യാതെ അവിടെ നിൽക്കുന്നത്. അത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് എത്ര സൂം ചെയ്തെടുത്താലും അത് കാണാൻ പറ്റുമെന്ന് തോന്നില്ല. അത് അവിടെ നിന്ന് തന്നെ കാണണം.
അങ്ങനെ പൊതുവെ അവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഗോപുരത്തുമ്മൽ കണ്ടോ, ആ ഗോപുരത്തുമ്മൽ ആ ഒരു നീളത്തിലുള്ള ഒരു സാധനം ആ ഗോപുരത്തുമ്മൽ ടച്ച് ചെയ്യാതെയാണ് നിൽക്കുന്നത്. അതാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ നന്ദി, അതുപോലെ തന്നെ അവിടുത്തെ ശിവലിംഗം, അപ്പോൾ അവിടുത്തെ അതുപോലെ തന്നെ തഞ്ചാവൂർ ബൊമ്മകൾ, തൂണുകൾ, അങ്ങനെ പല ഇതും നമ്മൾക്ക് കണ്ടാലും മതി വരാത്തൊരു ക്ഷേത്രം തന്നെയാണ് തഞ്ചാവൂർ ക്ഷേത്രം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. ഞങ്ങൾ തീരെ വിചാരിച്ചിട്ടില്ല തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോകുന്നും അവിടെ കാണാൻ പറ്റുന്നും തീരെ വിചാരിച്ചിട്ടില്ല ഗൈസ്. എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയെന്ന് തന്നെ നമ്മൾ പറയാം. അപ്പോൾ ഞങ്ങളത് നന്ദീൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതാ ഒരു കുഞ്ഞ് എലി ഇതാ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. എലി മാമ ഇതാ ചെറിയ കുഞ്ഞ് എലി ഇതാ ഉള്ളോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാ പ്രാവുകളുണ്ട്, മുകളിൽ തത്തകളുണ്ട്. അതൊക്കെ എനിക്കിതിൽ കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് തൊഴുത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ കൂടെ ബാക്കിയുള്ളവരെ കാത്തു നിൽക്കുമ്പോഴാണ് ഷാജിയേട്ടൻ ഒരു പാമ്പിനെ കണ്ടത്. അപ്പോൾ അവിടെയുള്ള ആളോട് പറഞ്ഞപ്പോൾ അവരവിടെ തരികയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ധാരാളം പാമ്പുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ശിവഭഗവാൻ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് തന്നെ, അതായത് ഷാജിയേട്ടൻ്റെ മുന്നിൽ നേരിട്ട് വന്നു തന്നെ പറയാം കേട്ടോ ഗെയ്സ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ഇതായിട്ടോ. ഇത് പിന്നെ തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ ഒരു ഇതാട്ടോ കാണിക്കുന്നത്. ഞങ്ങൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.